നമ്മൾ പോവാണ് ഗൈസ്. ഓ സെറ്റ് പൊളി. ഹലോ ഗൈസ്. സാധനത്തിന് മേലിൽ ചാടിയല്ലോ ഓർക്കുണ്ടോ? ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നുണ്ടല്ലോ ഒരു ട്രിപ്പ് പോകാട്ടോ. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് പോവാണേ. നമ്മളപ്പോൾ ഒരു സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ അവിടെ ആട്ടോ കൂടുന്നത്. അപ്പോൾ അത് അർജുനൊക്കെ എത്തിയിട്ടോ. നമ്മൾ തട്ടിക്കൂട്ടി എന്തൊക്കെയൊക്കെയോ കഴിച്ചിട്ട് ഇറങ്ങും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റായി. പോകുന്ന വഴിക്ക് കഴിക്കാമെന്നൊക്കെ ആദ്യം പ്ലാൻ ചെയ്തത്, പക്ഷേ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് നടക്കില്ല അത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വേഗം കഴിക്കും കേട്ടോ. അപ്പോൾ അത് ആ പുട്ടുണ്ട്, ഇന്നലത്തെ ചെറുപയർ കറി ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ. അർജുൻ സന്തോഷ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് പറയൂ. അപ്പം അതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. നമ്മൾ പോവാണ് ഗൈസ്. ഹലോ ഗൈസ്. ഫുൾ വിറക്കൊക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എവിടെയാണ് പോകുന്നത്? എനിക്കറിയാൻ പാടില്ല. എനിക്ക് പറയാൻ പാടില്ല. ബിംഗിളിയാണെന്ന് തോന്നുന്നു. ഓ സെറ്റ് പൊളി. അപ്പം നമ്മളിതാ നെക്സ്റ്റ് ഷാരോൺ അഖിൽ ചേട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലെത്തി. നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പിനാണ് പോകുന്നതെങ്കിലും നമുക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഫുൾ 2 കാറിലായിട്ടും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ലിവർപൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ പോകുന്നത് ബ്രാഡ്ഫോർഡിൻ്റെ അടുത്തുള്ളൊരു ബിംഗ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മളൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്കാട്ടോ. അപ്പം അവിടെ നമുക്ക് ചെക്ക് ഇൻ ടൈം പറഞ്ഞിരിക്കുന്നത് ഒരു 3 ഒക്കെ ആകുമ്പോഴാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും അതിന് മുമ്പ് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും സ്റ്റേയുടെ അങ്ങോട്ടേക്ക് പോകാമെന്നാട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ കാണാൻ പോകുന്നത് വയഡക്റ്റ്. നമ്മളപ്പോൾ നമ്മുടെ സ്റ്റേയുടെ ഒരു 6 മിനിറ്റ്സ് ഡിഫറൻസിൽ ഒരു വയഡക്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു വയഡക്റ്റ് കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നേക്കണേ. ഇതാണ് ആ വയഡക്റ്റ്. നമ്മളപ്പോൾ എന്താ ഈ സ്ഥലത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. നമ്മൾ ഈ സ്ഥലത്താണ് എന്തൊരു വയഡക്റ്റ് ആണ്. അതെ, ഏതോ ഒരു വയഡക്റ്റിലാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അരുവിയുള്ളടുത്ത് പോകും. അവിടെ ഇപ്പോൾ അരുവിയുള്ളടുത്ത് പോകുമെന്ന് പറഞ്ഞത് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും അരുവിയുടെ സൈഡിലിരുന്ന് കഴിക്കണം എന്നൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും അരുവിയുടെ സൈഡിലിരുന്ന് കഴിക്കാതൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് അരുവിയൊന്നും കിട്ടിയില്ല. അതിനകത്ത് ഫോൺ പോലും ഇല്ല കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ടോ. നമ്മളിതാ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടലോട്ട് കയറും കേട്ടോ. അപ്പോൾ സ്റ്റേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൽദിയിൽ കയറിയിട്ടാട്ടോ പോയേ. എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിക്കാനായിട്ട്. ഹൽദി ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാട്ടോ. അങ്ങനെ ഹൽദിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതൊന്നും അല്ല. പക്ഷെ ഇതായിരുന്നില്ല കേട്ടോ നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി. നമ്മളെ ഗൂഗിൾ മാപ്പ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോഴേക്ക് ഇവിടുത്തെ ഹൗസ് ഓണറൊക്കെ ഓടി വന്നിരുന്നു. നമുക്ക് വഴി തെറ്റിപ്പോയതാണ് ഗൈസ്. നമ്മളങ്ങനെ സ്ഥലത്തെത്തി ഗൈസ്. നമ്മൾ എയർബിഎൻബിയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തേ. അപ്പം നമുക്ക് ചെക്ക് ഇൻ ഇൻസ്ട്രക്ഷനായിട്ട് ഇവർ നമുക്ക് കോഡൊക്കെ അയച്ചു തന്നിരുന്നു ഈ കീ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേ. അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടിയിലെത്തി ഗൈസ്. നമ്മൾ വഴിതെറ്റി എവിടേക്കോ പോയി, പക്ഷെ ലാസ്റ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഗേറ്റ് തുറന്നു. നമ്മളകത്തേക്ക് കയറാൻ പോവാണ്.
ഇതാണ് നമ്മുടെ ഇന്നത്തെ എയർബിഎൻബി. നല്ല രസമുണ്ടല്ലേ? അതാ എനിക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനൊരു റിസർവോയർ അങ്ങനത്തെ പരിപാടി ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാ? എനിക്കിഷ്ടല്ല. ഇത് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയൊരു അടിപൊളി പ്രോപ്പർട്ടി ആട്ടോ. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ 4 ബെഡ്റൂമും 2 വാഷ്റൂമൊക്കെ ഉണ്ട്. പിന്നെ നല്ല ആംബിയൻസും ആണ് ഇതിൻ്റെ അകത്ത്. ഇവരെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയിലാട്ടോ. ഓരോ മുറിയും ഓരോ ടൈപ്പായിരുന്നു കേട്ടോ. ഓരോ മുറിയിലും കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാത്റൂം, ഇതൊരു ബെഡ്റൂം. അപ്പോൾ ഇതാട്ടോ കിച്ചൺ. ഈ ഒരു കിച്ചണിൽ നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് മിക്ക സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ അത്യാവശ്യം ഒന്ന് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാനായിട്ടുള്ള ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത്രയും പേർക്ക് ആവശ്യമുള്ള പ്ലേറ്റ്സും ഗ്ലാസും എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പോഴേക്കും അവരും എത്തിയായിരുന്നു കേട്ടോ. അവർക്കും നമ്മളെപ്പോലെ തന്നെ വഴിതെറ്റിയായിരുന്നു. ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു കോഴിയുണ്ട് കേട്ടോ. ഈ കോഴി ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ അതാ ഈ കോഴി ഇതിൻ്റെ അകത്തേക്ക് കയറണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഓടിച്ച് കളയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരിവിടെ തന്നെ വളർത്തുന്ന ഒരു കോഴിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഗൈസ്, ഇവിടെ കോഴിയുണ്ട് ഗൈസ്. ഉദാഹരണം ഞാൻ എന്താ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുക. ഇതിൻ്റെ അകത്താ ഒന്നില്ലേ? എവിടെ? സത്യം ഇതൊരു പഴയ വീടായതുകൊണ്ട് ഈ വീടിനൊരു ഹൊറർ ടച്ച് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും. അപ്പം നമ്മൾ ചുമ്മാ ഓരോ പ്രേതകഥകൾ വെറുതെ ഉണ്ടാക്കായിരുന്നു കേട്ടോ. ഓരോ റൂമിൽ കയറിയിട്ട് ഓരോ കഥകൾ ഉണ്ടാക്കി. ഈ പെട്ടിയുടെ അകത്ത് എന്തോ എവിടെ ഇരിക്കുന്ന സന്ധി ഒരു മദാമയുടെ ഫോട്ടോ. ശരിയാ, മറ്റേ ടേപ്പ് റെക്കോർഡറൊക്കെ. ഇത് കണ്ടോ? നമ്മുടെ പണ്ടത്തെ ഇതിവര് വേണമെങ്കിൽ ഇങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ തുണി അലക്കിയിട്ടേക്കാം. ആണോ? അതിന്റെ ഉള്ളിലാ ഇതിന്റെ ലോക്ക് വാങ്ങി അതിനകത്ത് എല്ലാം ഉണ്ടോ? ലോക്ക്ഡൌൺ ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ എന്തോ ഉള്ളത്. പോയടാ ഞാൻ അതില് നോക്കിയപ്പോ പെട്ടെന്ന് അപ്പുറം ഒരാള് നോക്കിയാലത്തെ പെട്ടെന്ന് ചിന്തിച്ചു. അപ്പൊ എന്തോ സൗണ്ട് ഇട്ട് മേടിച്ച് കണ്ടിട്ട് ഇത്ര പന്തി തോന്നുന്നില്ല. നമ്മുടെ ഫുഡൊക്കെ ഇവിടെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോഴേക്കും നല്ല പോലെ വിശന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ നേരെ ഫുഡിങ്ങിലോട്ട് കയറി. അപ്പം നമ്മൾ ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർ ഓരോ കറി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ, അവിയൽ, സാമ്പാർ, പപ്പടം, ഇത്ര ഐറ്റംസൊക്കെ കൂട്ടി അടിപൊളി ഒരു ലഞ്ചാട്ടോ നമ്മൾ കഴിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം എയർബിഎൻബിയിൽ കാണുന്ന ഒരു കാര്യമായിട്ട് ഒരു സ്ലിപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വന്നു. Test number 2, Vinu Punatha Muralidharan third call, cancel.
നമ്മൾ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഇവരൊക്കെ ആട്ടോ നമ്മളിവിടുത്തെ ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഒരു ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തീയൊക്കെ ഇടാം, പക്ഷേ നമ്മൾക്ക് അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല, നമ്മൾ ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം അകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് നേരം പുറത്തിരിക്കാൻ ഓർത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ കിടന്ന ഒരു ടേബിളും കുറച്ച് ചെയർസൊക്കെ എടുത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഏരിയയിൽ കൊണ്ടുപോയിട്ട് അവിടെ എല്ലാവരും കൂടെ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും കൂടെ ഈ ടേബിളൊക്കെ പൊക്കി കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു സ്പേസിലോട്ട്. സെറ്റ് ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവന് കോഴിനെ പെട്ടത് ഷാരോണം ഓടിച്ചിട്ട് എനിക്ക് മുന്നേ. ഹലോ ഗൈസ്, ഇവിടെ ഒരു വൃത്തിയിട്ട കോഴിയുണ്ട്. ആ കോഴി ഞങ്ങളെ വളരെയധികം ശല്യം ചെയ്യുന്നു ഗൈസ്. അപ്പം തണുപ്പ് ഓടിയതുകൊണ്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് പോവുകയാണ്. നമ്മളപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയിലാട്ടോ. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സ്റ്റാൻഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിക്കനും പിന്നെ പനീറും ആട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. പനീർ ഷാരോൺ നൊയമ്പിലായതുകൊണ്ട് വെജിറ്റേറിയൻ ഓപ്ഷനായിട്ട് പനീറാണല്ലോ ഗ്രില്ല് ചെയ്യാൻ ബെറ്റർ. അപ്പോൾ പനീറും ചിക്കനുമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണത്. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാട്ടോ. ഇത് അഖിൽ ചേട്ടൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ശരിക്കും നാട്ടിൽ നിന്ന് കഴിക്കുന്ന അൽഫാമിൻ്റെ ടേസ്റ്റ് ഇവിടെ വന്നിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും നാട്ടിലെ അൽഫാമിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാലഡും കൂടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിക്കാനുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു കോഴി ഉണ്ടല്ലോ ഞങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ നടക്കായിരുന്നു കേട്ടോ. ഐശ്വര്യ കേശവലാൽ ഇവരെല്ലാരും കോഴിനെ പേടിച്ചിരിക്കാണ് ഗൈസ്. കോഴി ഇതിന്റെ അകത്ത് കയറിയിരിക്കാം. എവിടെ കോഴി കോഴീനെ ഒഴിക്കുന്ന സീനാണ് ഗൈസ്. നീ കാലൊന്ന് പൊക്കി ധൈര്യം സംഭരിച്ചോ. അങ്ങനെ ഗ്രില്ലിംഗ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടോ. ഈ ഒരു ട്രിപ്പിൻ്റെ നമ്മുടെ മെയിൻ ഉദ്ദേശം ശരിക്കും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് എല്ലാവരും കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് സമാധാനമായിട്ടിരിക്കുക ആയിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആൻഡ് അതിനെ പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസ് ആയിരുന്നു കേട്ടോ നമ്മൾ പോയത്. ഹലോ ഗൈസ്, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ പ്രേത കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഫുൾ ഹൊറർ മൂഡാട്ടോ. കാരണം ഈ ഒരു വീടിന് മൊത്തത്തിൽ നല്ല പഴക്കമുണ്ടല്ലോ. അപ്പം പിന്നെ ഇവിടുത്തെ ഇംഗ്ലീഷ് വീടുകൾക്ക് പൊതുവേ ഒരു ഹൊറർ ടച്ച് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ചുമ്മാ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം അതിൻ്റെ ഇടയിൽ ഷാരോൺ ഈ ജനലിൽ കൂടെ വന്ന് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കാട്ടോ. അങ്ങനെ നമ്മൾ അഖിൽ ചേട്ടൻ്റെ സ്പെഷ്യൽ മട്ടൻ കറി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതും ആസ് യൂഷ്വൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു.
നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ഫുഡിന് യാതൊരു കുറവും വന്നിട്ടില്ല കേട്ടോ. നല്ല രസമായിരുന്നു. ഫുഡ് കഴിക്കുക, ഇങ്ങനെ സംസാരിച്ചിരിക്കുക, വെറുതെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, സംസാരിക്കുക, വെറുതെ ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ അത്. ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് സംസാരിച്ച് ചില്ല് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനായിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നാളെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് ഡേയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വ്ളോഗിൽ വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ.